എന്തായാലും ഇവിടെ വന്നപ്പം നമ്മളെ ചങ്കാണ്, നമ്മളെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുള്ള പരിചയം അല്ലേ. ഇവരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ പലരും പരിചിതരാണ്. വളരെ സന്തോഷമുണ്ട്. ഏതായാലും വീട്ടിലോട്ട് വന്നൊരു പ്രതീതിയാണുള്ളത്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഒരു രോഗിക്ക് ആദ്യം കൊടുക്കാനുള്ള മരുന്ന് ഏതാണ്? ഈ ഹാപ്പിനെസ് തന്നെ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഒന്ന് കണ്ണടക്കുക ഒരു നിമിഷം. ഇപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്, ഓക്കെ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ. ഇന്ന് നിങ്ങൾ നേഴ്സല്ല, ഒരു രോഗിയാണ്. നിങ്ങൾക്ക് എന്താ രോഗം എന്നൊന്നും അറിയില്ല. നിങ്ങളെ ചുറ്റും ഒരുപാട് സിസ്റ്റർമാർ, ഡോക്ടർമാരൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ചുറ്റും ഒരുപാട് ശബ്ദങ്ങളുണ്ട്, മോണിറ്ററുകൾ, ആളുകൾ, കാലടിപ്പാദങ്ങൾ. നിങ്ങൾക്കെന്തോ ഒരു പേടിയുണ്ട്. ആ സമയത്ത് നിങ്ങളടുത്തേക്ക് ഒരു സിസ്റ്റർ കടന്നു വരികയാണ്, ഒരു നേഴ്സ് കടന്നു വരികയാണ്. ഇപ്പം എല്ലാവരും കണ്ണു തുറക്കുക. ആ നേഴ്സ് നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ആ നേഴ്സ് നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്ത്? ഓക്കെ, അങ്ങനത്തെ അല്ലേ. നിങ്ങളോട് ദേഷ്യം പിടിക്കുന്ന ഒരു നേഴ്സിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ ഒരു നേഴ്സായി വരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് 10-22 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. പലതരത്തിലുള്ള നേഴ്സുമാരെ കണ്ടിട്ടുണ്ട്. ചില നേഴ്സുമാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ആശുപത്രിയിൽ വന്നാൽ എന്തൊരു നല്ല പെരുമാറ്റമാണ് അവർ അല്ലേ. ഒരുപക്ഷെ അവർക്കൊരു വേദനയായിരിക്കും നേഴ്സ് നൽകിയത് അല്ലേ, ഒരു ഇഞ്ചക്ഷനായിരിക്കും കൊടുത്തത്. പക്ഷെ ആ വേദനയെ പോലും മറികടക്കുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാലകാലമായിട്ട് എന്തായിരിക്കും ഓർക്കുക? നിങ്ങളൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ലേ? എന്തെങ്കിലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എവിടെ നിന്നുള്ളതെന്ന് പറയും. ഷബാന, കമോൺ. ഷബാന, കം. പറഞ്ഞോ, എന്താ നല്ലൊരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് എന്ന് പറയാൻ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ ഫാമിലിയിൽ ആരുമില്ല, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നമുക്കിപ്പോൾ നല്ലൊരു സ്വഭാവമുള്ള ഡോക്ടർ ആണെങ്കിൽ പോലും നഴ്സ് ആണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു സമാധാനമാണ്. നമ്മുടെ അസുഖം എന്താണെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് നല്ലൊരു നഴ്സ് ആവുക എന്നുള്ളത് എല്ലാവരുടെയും ലൈഫിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അല്ല, ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് അറിയോ, എനിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ടൊരു മഞ്ഞപ്പിത്തം വന്നു. തലക്ക് ബാധിച്ച് എന്താ പറയുക, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറയും. ഏതാണ്ട് മരിച്ചു എന്നൊക്കെ ഉറപ്പിച്ചൊരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു 6 മാസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിലാണ്. അന്ന് എൻ്റെ എളാപ്പ് അവിടെ മെഡിസിന് പഠിക്കുകയാണ്. ആ ഒരു സമയത്ത് ഉള്ള ആ ഒരു പരിചരണങ്ങൾ ഒക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നല്ലൊരു അനുഭൂതിയുള്ള ഒരു ഓർമ്മകളായിട്ട് ഇന്നും ഉണ്ട്. അന്ന് നേഴ്സുമാർ വന്നത്, അവിടുത്തെ ഡോക്ടേഴ്സ് വന്നത്, അപ്പം അങ്ങനെ അത്രയും നൽകിയൊരു പരിചരണം. 6 മാസം ഒരു വീട് പോലെ. ഇപ്പം എനിക്ക് അന്ന് ഉണ്ടായ ഏറ്റവും മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനെ പോലും ഇത് ഓർക്കുമ്പോൾ ഒരു നല്ല കാലഘട്ടമായിട്ടാണ് ഓർമ്മ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല ആൾക്കാർ ഓർക്കുക, മറിച്ച് എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസ് ആണ്. പണ്ടൊരു രോഗി പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുക, ഡോക്ടർ എൻ്റെ രോഗം ചികിത്സിച്ചു, പക്ഷേ നേഴ്സ് എന്നെ ചികിത്സിച്ചു അല്ലേ. ഡോക്ടർ ചിലപ്പോൾ മരുന്ന് കൊടുത്തങ്ങ് പോവും, ബാക്കി നിങ്ങളാണത് മാനേജ് ചെയ്യുന്നത് അല്ലേ. ഡോക്ടർ എഴുതി കൊടുക്കേണ്ടാവുള്ളൂ മരുന്ന് എഴുതിയെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ചില ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റലിലുണ്ടായ ഒരു അനുഭവമാണ്. ഒരു സിസ്റ്റർ, ഒരു ഉമ്മ വന്നു. ഉമ്മ കുറച്ചൊരു മെൻ്റലി റിട്ടാർഡഡ് ആണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ആ ഉമ്മ ഇതൊരു പഴയ ഷീട്ടും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നേഴ്സാണെന്ന് പറഞ്ഞു, ഇതെന്താണിത് ഡോക്ടറെ പേരൊന്നും എന്നോ കൊണ്ട് ഷീട്ടും കൊണ്ടാണോ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ വേഗം നേഴ്സിനെ വിളിച്ചു വരുത്തി, അടച്ചോനെ ഞാനിപ്പോൾ എന്തായി കേൾക്കുന്നത്, എല്ലാവരോടും നല്ലോണം പെരുമാറുന്ന നിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ എന്ന് ചോദിച്ചു.
മനസ്സിലായില്ലേ? അവൾ ദേഷ്യം പിടിച്ചതിന് ഞാൻ കുറ്റപ്പെടുത്തിയതുമില്ല. ഞാൻ പറയും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉമ്മാനെ വിളിച്ച് വരുന്നത്, ഉമ്മ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ സിസ്റ്ററോട് പറഞ്ഞത് ഫീസ് വാങ്ങണ്ട, വേഗം പോയിട്ട് അത് എഴുതി കൊടുത്തു. കാരണം ഡോക്യുമെൻറ്റേഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു പഴയ ഷീറ്റ് കൊണ്ടുവന്ന് ഒരു മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും മെഡിക്കൽ ലീഗൽ ഇഷ്യൂ വന്നാൽ നമ്മൾ പെടും. പക്ഷെ ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെഷീനുകൾ എന്താ ചെയ്യുക? ഇപ്പോൾ ECG മെഷീൻ എന്താ ചെയ്യുക? ഹൃദയത്തിന് അറ്റാക്കോ എന്തുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യും, ഡോക്ടർ ആ രോഗം കണ്ടെത്തും. പക്ഷെ നേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് സുരക്ഷിതത്വം അനുഭവിച്ചു കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ നോക്കുന്നു. നിങ്ങൾ എമ്പതി എന്ന് കേട്ടിട്ടുണ്ടോ? എമ്പതി എന്താണ്? എമ്പതി എന്താണ്? സിമ്പതി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്കിപ്പോൾ ഒരാളെ കണ്ടാൽ പലപ്പോഴും നമുക്കൊക്കെ സിമ്പതി ഒരുപാടുണ്ടാവും അല്ലേ? ഒരാളെ കണ്ടാവോ വല്ലാത്ത അയാളെ കഷ്ടപ്പാട് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ അതിലും മേലുള്ളൊരു അവസ്ഥയാണ്. എന്താണത്? മറ്റൊരാളുടെ അനുഭവം അവരുടെ സ്ഥിതിയിൽ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ശരിയായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അത് നിങ്ങളെ പ്രൊഫഷണൽ ബാലൻസ് നഷ്ടപ്പെടാനും പാടില്ല. ഇപ്പം എന്താണ്? ഇപ്പം നമ്മളൊരാളുടെ ഷൂവിൽ നമ്മൾ കയറിയിരുന്നിട്ട് കേൾക്കുക, കാണുക എന്ന് പറയും, അല്ലെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരു കരുണ മാത്രമാണ്. എനിക്ക് നിങ്ങളോട് കരുണ തോന്നുന്നു, സോറി തോന്നുന്നു എന്നൊക്കെ പറയാറില്ലേ? എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ബന്ധം. അത് രോഗികൾക്കിടയിൽ ഉണ്ടാക്കുക? രോഗികൾക്കും നഴ്സിനിടയിൽ എന്താ ഉണ്ടാക്കിയത്? നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കും അല്ലേ? അത് രോഗിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഈ എമ്പതിക്ക് 3 കമ്പണൻസ് ഉണ്ട്. എന്താ? ഒന്ന് കോഗ്നിറ്റീവ് എമ്പതി എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം ആ ഒരു രോഗിയുടെ അവസ്ഥ, നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് പോകാം. പണ്ട് ഞാൻ പൂനൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വല്യമ്മ അവിടെ അഡ്മിറ്റായിരുന്നു. വല്യമ്മ അഡ്മിറ്റായപ്പം താഴെ നിന്ന് സിസ്റ്റർമാർ പറയുന്നുണ്ട്, അവിടെ ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മൻ്റെ മരുമക്കളൊക്കെ എന്തോ ഒരു ചൊറിയന്മാരാണെന്ന് പറയുന്നുണ്ട്. ഇവർ ചൊറിയന്മാരാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? വല്യമ്മാനെ ഇഞ്ചക്ഷൻ വെക്കുമ്പം മരുമക്കൾ എല്ലാവരും കൂടി കരയാൻ തുടങ്ങും. അപ്പോൾ സിസ്റ്റർ വിചാരിക്കുന്നത് എന്താണ്? ഇത് അവരോട് ചൊറിയലല്ലാതെ ആ വേദന അവർ എന്ത് ചെയ്യാണ്? ബന്ധുക്കൾ എന്തുകൊണ്ടാണ് കരയുന്നത്? അവർക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ അമ്മായിമാരൊക്കെ വളരെ നല്ല അമ്മായിമാരാണ്, മരുമക്കളൊക്കെ നല്ല അമ്മായിമാരാണ്, വല്യമ്മനോട് ഭയങ്കര സ്നേഹമാണ്. കാരണം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പോലും അവരുടെ മനസ്സ് വേദനിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഒരു രോഗി ചിലപ്പം കുറച്ചൊന്ന് ദേഷ്യം പിടിച്ച് സംസാരിച്ചത് വരും, നമ്മളങ്ങോട്ട് തിരിച്ച് ദേഷ്യം പിടിക്കരുത്. കാരണം അവർ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഉണ്ടാകുന്നൊരു പ്രതികരണമാണ്. നമ്മളങ്ങോട്ട് ചിലപ്പോൾ ചൂടാവാൻ നമുക്ക് തോന്നും, പലപ്പോഴും ചൂടാവാൻ തോന്നും. കാരണം ഒരു രോഗാവസ്ഥയിൽ ഒരാൾ ആശുപത്രിയിൽ വരുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വൈകാരിക മൈൻഡ് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ തണുപ്പിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ രണ്ടാമത്തെ ഒരു കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എമോഷണൽ എമ്പതിയാണ്. രോഗികളുടെ വികാരങ്ങൾ നമ്മൾ അനുഭവിച്ചറിയണം. നമ്മുടെ വികാരമല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? രോഗി ഒരു രോഗാവസ്ഥയിൽ അവരുടെ വികാരം എങ്ങനെയായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കമ്പാഷനേറ്റ് എമ്പതി എന്ന് പറയും. നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുനിയാണ്, അത് നമ്മൾ ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഒരു രോഗി ഒരു രോഗി എന്ത് ചെയ്യാന്നറിയോ? വല്ലാണ്ട് വേദന കൊണ്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ ഒരു എമ്പതി ഇല്ലാത്ത ഒരു സിസ്റ്ററും, ഒരാളൊരു രോഗിയാവുക, ഒരാൾ സിസ്റ്ററും ആവാം. വാ, വാ. ഓക്കെ, ആരാ രോഗിയാവുന്നത്? ഓക്കെ, നമ്മൾ നിനക്കിട്ട് പണി തന്നോള്. അപ്പം നീ രോഗിയാണ്. അപ്പം നീ എന്ത് ചെയ്യണം? വളരെ എന്താ പറയുക, ഒരു വേദന കൊണ്ട് ഇങ്ങനെ കരയാണ് വളരെ ശക്തമായിട്ട്. 10-8 നിൻ്റെ വേദന. ഓക്കെ, നീ ഒരു സിസ്റ്ററായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിസ്റ്ററായിട്ട് ആദ്യം നീ എന്ത് ചെയ്യണം? എമ്പതി ഇല്ലാതെ ഇവളോട് പ്രതികരിക്കണം.
രണ്ടാമത്തേത് എമ്പതിയോട് കൂടി. എങ്ങനെ നോക്കാം? വേദന കൊണ്ട് കരയുന്നു? അല്ല, എനിക്ക് ഭയങ്കര മുട്ടുവേദന എന്നല്ലേ. എന്നാൽ ഞാൻ പറയാം. എന്നാൽ അയ്യോ എനിക്ക് മുട്ട് വേദനിച്ചിട്ട് വയ്യേ, എന്താണ് ഇപ്പം ചെയ്യുക, ഭയങ്കര വേദന, രക്ഷയില്ല. എങ്ങനെ പ്രതികരിക്കാം എമ്പതിയുള്ള സിസ്റ്റർ ആണെങ്കിൽ? പറ. എമ്പതി ഇല്ലാതെ സിസ്റ്റർ. ഇനി എമ്പതിയോടാണെങ്കിലോ? നിങ്ങളെ വേദന ഞാൻ അനുഭവിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയൂല്ലേ? ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കി. അപ്പോൾ ഈ എമ്പതിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് രോഗികളുടെ കൂടെ കുറേ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യലെന്ന് അർത്ഥമല്ല കേട്ടോ. പിന്നെ നമ്മളെ പ്രൊഫഷണൽ കൺട്രോൾ നഷ്ടപ്പെടാനും പാടില്ല. പിന്നെ എമ്പതി എന്ന് പറഞ്ഞിട്ട് കുറേ ടൈം അങ്ങോട്ട് കളയാനും പാടില്ല. എന്തുകൊണ്ടാണ് എമ്പതി നേഴ്സിംഗ് പ്രാക്ടീസിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം രോഗികൾ നമ്മളോട് പെട്ടെന്ന് കോപ്പറേറ്റ് ചെയ്യും അല്ലേ? കാരണം നമ്മൾ തന്നെ അറിയില്ലേ, നമ്മളെ ഒരു പ്രശ്നത്തിന് നമ്മളായിട്ട് അനുഭവിക്കുന്ന ഒരാൾ നമ്മൾ വീട്ടിലോ കുടുംബത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അവരോട് നമുക്കുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ വലുതായിരിക്കും അല്ലേ? വെറും ഒരു ആശ്വാസവാക്ക് നൽകുന്നതിനേക്കാൾ ഉപരി അല്ലേ? പിന്നെ രോഗിക്ക് പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. രോഗിയുടെ ഭയം നിർഭയത്വമായി മാറും. പിന്നെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഒരു 10 സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ അത്രയും നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസ് ലോകത്ത് എവിടെയില്ല. വാഴ 2 കണ്ടോലാരൊക്കെയാ? ഒന്ന് കൈപൊക്കി. നിങ്ങളാരും കണ്ടില്ല വാഴ 2 അല്ലേ? എന്നാലും നിങ്ങൾ പോയി കാണിപ്പിക്കണം. അതിൽ UK മെഡിക്കൽ കെയറിനെ കുറിച്ച് നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും വികസിതമായ രാജ്യത്ത് പോലും നമ്മുടെ നാട്ടിലത്തെ അത്രയും നല്ലൊരു മെഡിക്കൽ കെയർ ഇവിടെ ഇല്ല. ഇനി ഗൾഫ് പോയ ആൾക്കാരും പറയാറുണ്ട് അവിടെ പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എമർജൻസിയിലൊക്കെ ഒരു രോഗി മരിച്ചാലും മരിച്ചു പോയിക്കോട്ടെ എന്നുള്ള സിറ്റുവേഷൻ അവിടെയൊക്കെ. പക്ഷെ നമ്മളവിടെ അതല്ല. ഇവിടെ വെറും ടെക്നോളജിയെക്കാളും നമ്മളെ റിലേഷൻഷിപ്പ്. എത്ര ആൾക്കാരുണ്ട് ആ ഡോക്ടറെ അടുത്ത് പോയാൽ അസുഖം മാറും എന്ന് പറയുന്നവർ? കാരണം 10 ഡോക്ടർമാരുടെ 10 ആളും കൊടുക്കുന്ന മരുന്നൊക്കെ ഒന്നായിരിക്കും. എന്നാലും എനിക്ക് അയാളുടെ അടുത്ത് പോയാൽ മതി, ഒന്ന് കണ്ടാൽ ഇതാവുന്നത്. അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. അതൊരു കുടുംബ ബന്ധം പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന സിസ്റ്റർമാർക്ക് ലോകത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരോട് പറയും പ്രത്യേകം പരിഗണന കൊടുക്കും. മറ്റേതൊക്കെ മെക്കാനിക്കലാണ്. അവർക്ക് 10 മണി ഒരു എമർജൻസി പേഷ്യൻ്റ് അവിടെ ഉണ്ട്, 10 മണിക്ക് രോഗി നിന്ന് കഴിഞ്ഞാലും അവരെന്തെങ്കിലും പിന്നെ നോക്കൂല അല്ലേ? നമ്മളൊക്കെ കണ്ടില്ലേ, 8:30 ജോലി കഴിഞ്ഞാലും 9:15 ആവും ഹോസ്പിറ്റലിൽ പോകാൻ. 8:30 ജോലി കഴിഞ്ഞാൽ 9:15 ആവും. ചിലപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി കണ്ട അപ്പം പറയും ആ ഡോക്ടർ അവിടെ ഉണ്ടല്ലോ ഒന്ന് വിളിക്കുകയെന്ന് പറയും. അതായത് അതിന് നമുക്ക് ശമ്പളം കിട്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മളവിടെ ഇറങ്ങി ചെല്ലുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ചിലപ്പം ഹോസ്പിറ്റലിൽ ചിലപ്പം ഒരു 5:30 നിങ്ങളെ ഡ്യൂട്ടി സമയം കഴിയുന്നുണ്ടാവും. അപ്പോഴായിരിക്കും എമർജൻസി ഒരു പേഷ്യൻ്റ് വരുന്നുണ്ടാവും, നിങ്ങളെ സേവനം അവിടെ ആവശ്യം വേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ശമ്പളം ഉണ്ടായിക്കൊള്ളുന്നില്ല ആ ഒരു 5-10 മിനിറ്റിൽ. പക്ഷെ അതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്യണം, ആ പേഷ്യൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊന്നുള്ളതുപോലത്തെ മെക്കാനിക്കൽ സിസ്റ്റർമാരായിട്ട് മാറരുത്. വാഴ 2 എന്തായാലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു രോഗിനോട് പെട്ടെന്ന് ഒരു 10 സെക്കൻഡോട് എമ്പതി ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? പരസ്പരം ഒന്ന് നോക്കി എല്ലാവരും. അവിടെ നമ്മൾ ഭാവിയിൽ ഡോക്ടറാവേണ്ട ആളല്ലേ? ഡോക്ടറാവാനല്ലേ ഇഷ്ടം? രോഗികളൊന്ന് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി, ഒരാളൊന്ന് സംസാരിക്കുക, അത് ഫുള്ള് കേൾക്കുക. നമ്മൾ സംസാരിക്കുന്നത് ഫുള്ള് കേൾക്കുക, എന്നിട്ട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയാം. എന്തെങ്കിലും ഒരു വാക്ക് പറയും. ഓക്കെ, ഇത്രയും ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ എമ്പതി സ്റ്റേറ്റിലേക്ക് കടക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം? രോഗിയെ നോക്കണം. കണ്ണിൻ്റെ എങ്ങോട്ട് നോക്കിയാൽ മതി, തറപ്പിച്ച് നോക്കരുത്, ഇവിടേക്ക് നോക്കിയാൽ മതി അല്ലേ? മനസ്സിലായില്ലേ? എന്നിട്ട് രോഗിയെ ഒന്ന് നോക്കുക, കേൾക്കുക, അവർ പറയുന്നത് കേൾക്കുക, എന്നിട്ട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയണം. അപ്പോൾ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ പ്ലസ് മനസ്സിലാക്കുക, എന്നിട്ട് സ്നേഹത്തോടെയുള്ള വാക്കുകൾ. ഓക്കെ,
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരുന്ന് രോഗം ചികിത്സിക്കും, എമ്പതി എന്ത് ചികിത്സിക്കും? മനുഷ്യനെ ചികിത്സിക്കും ആസ് എ ഹോൾ, അല്ലേ? ഇന്ന് ഹോളിസ്റ്റിക് മെഡിസിൻ്റെ കാലം. നമ്മൾ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ അസുഖത്തിന് എങ്ങനെ പനി വന്നത്, അതായത് അതിനേക്കാൾ ഉപരി ചിലപ്പോൾ ഒരു പനി വരാൻ കാരണം എന്തായിരിക്കും? സ്ട്രെസ്സായിരിക്കും. എത്രയോ ആൾക്കാർ നമ്മുടെ ഹോസ്പിറ്റലിൽ രാത്രി വരും, അവസ്മാരായിട്ട് വരും. ആകെ ഇന്നലെ മെനിയാന്നൊരു കുട്ടി വന്നിട്ടുണ്ട്, മെനിയാന്ന് രാത്രി. അപ്പോൾ അതിന് എന്തോ ടെൻഷനായതാണ്, വീട്ടിലെന്തോ ഒരു ചെറിയ പ്രണയത്തിൻ്റെ പ്രശ്നം എന്തോ ആയിട്ട് വന്നതാണ്. ആ ഒരു പ്രശ്നം പോലും എന്താ ഉണ്ടാവുന്നത്? ശാരീരിക പ്രശ്നങ്ങളായിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? നമ്മളെ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. കാരണം നമ്മൾക്ക് ഒരു പേടി ഉണ്ടാകുമ്പോൾ നമ്മളെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട്, അല്ലേ? പോസിറ്റീവ് ഹോർമോൺസ്. നമ്മളിലൊരു പേടി വരുമ്പം അതിൻ്റെതായ ഒരു ഹോർമോൺ റിയാക്ഷൻ അവിടെ നടക്കും. ഈ പേടി എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും. സ്ട്രെസ്സ് വരുമ്പോൾ എന്തായാലും നമ്മുടെ പ്രതിരോധ ശക്തി തകർക്കുന്ന കോർട്ടിസോൾ ഹോർമോൺസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലേ? അതുപോലെ ദേഷ്യം വരുമ്പോൾ എന്താ സംഭവിക്കുക? ദേഷ്യം വരുമ്പോൾ നമ്മളൊരു കെമിക്കൽ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകും. ഒരു ആറ്റം ബോംബ് പൊട്ടുന്നേക്കാളും വലിയൊരു അവസ്ഥയാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളെയും കയ്യിൽ ന്യൂക്ലിയർ ബോംബും ആറ്റം ബോംബും ഒക്കെ ഉണ്ട്. ഇതെപ്പോഴും എടുത്ത് പൊട്ടിക്കാൻ പറ്റുമോ? ഇതേ ഒരു അവസ്ഥയാണ് നമ്മളെ ശരീരത്തിൽ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുക. പിന്നെ ഒരു ക്ലിനിക്കൽ എമ്പതിയിലെ ഒരു 5 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്ന്, കണ്ണുകൊണ്ട് കോണ്ടാക്റ്റ് ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പരസ്പരം എല്ലാവരും ഒന്ന് ടച്ച് ചെയ്യും. എന്തെങ്കിലും ഒരു ഫീലിംഗ് കിട്ടിയോ? എന്തൊരു ഫീലിംഗ് കിട്ടിയില്ലേ? ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്ത്? ഏത് ഹോർമോണാ? വെരി ഗുഡ്. ഒരു ക്ലാപ്പ് പഠിക്കും നിങ്ങളെ സ്റ്റുഡൻസ്, ഇത് സീനിയേഴ്സാണ്. ഓക്സിറ്റോസിൻ. ഇപ്പോൾ നമ്മളെ മുലപ്പാൽ ഊട്ടുമ്പോൾ ഒക്കെ നമ്മളെ ലാളിക്കുന്ന ഹോർമോണാണിത്. ഇതാണ് ഇത് എന്താക്കും? ഒരു തെറാപ്യൂട്ടിക് ടച്ച്, ഒരു സ്നേഹസ്പർശം ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് പറയുന്നൊരു വാക്ക് എന്താണ്? നിങ്ങൾ സുരക്ഷിതരാണെന്നാണ്. ഒരു കുട്ടിയോട് ഇങ്ങനെ തലോടി പറയുമ്പം നിങ്ങൾ സുരക്ഷിതരാണെന്നാണ് അമ്മ പറയുന്നത്, ഇല്ലേ? അതേ ഒരു നിങ്ങളെ പ്രായമാക്കിയെന്നല്ലോ കേട്ടോ അർത്ഥം. ഇവരങ്ങനെ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തടസ്സവും ഇല്ലാതെ അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ മുഖഭാവം, നമ്മുടെ മുഖഭാവം. ചില ആൾക്കാർ, ചില സിസ്റ്റർമാരൊക്കെ എന്തോ അവരെ വീട്ടിലൊക്കെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് വരുന്നത് കാണാം. ഈ സീനിയോറിറ്റി കൂടുമ്പോൾ സിസ്റ്റർമാർക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു രോഗമാണിത്. സീനിയോറിറ്റി കൂടുമ്പോൾ, അല്ലേ? അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? സീനിയോറിറ്റി കൂടുമ്പോൾ ചില സിസ്റ്റർമാർ വല്ലാണ്ട് കണിശ സ്വഭാവം കാണിക്കുന്നത് കാണാം. പലപ്പോഴും ജൂനിയർ സ്റ്റാഫുകളൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, സാറേ ആ സിസ്റ്ററിനോട് ഇങ്ങനെ പെരുമാറുന്നു. നമുക്കൊരു മനുഷ്യൻ എപ്പോഴും ഒരു ഭീകരൻ. എൻ്റെ പ്രാക്ടീസിൽ ഡ്യൂട്ടി എടുക്കാൻ പലപ്പോഴും സിസ്റ്റർമാരൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ ലീവ് എടുക്കാമെന്ന് പറയുമ്പോൾ കരച്ചില്ല അവർക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ദേഷ്യം പിടിക്കാറില്ല. പക്ഷെ അവർ വർക്ക് നന്നായിട്ട് ചെയ്യും, നമ്മുടെ ഡ്യൂട്ടിയിൽ വർക്ക് നന്നായിട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവർക്ക് ഇതിന് സീനിയർ ആയാലും അവർക്കൊക്കെ എന്താവും, നമുക്കെപ്പോഴും ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. അപ്പോൾ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂറും, നമ്മൾ പേഷ്യൻറ്റിൻ്റെ കെയറും നന്നാവും, അല്ലേ? ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യണം. പിന്നെ അവർക്ക് നമ്മളെ വാക്കുകൾ അവർക്കൊരു മരുന്നായിട്ട് ഹീലിംഗ് ആയി നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഉണ്ട്, അല്ലേ? നിങ്ങൾ ഒന്നും ആശങ്കപ്പെടേണ്ട, അങ്ങനെ ഒരു കാരുണ്യത്തിൻ്റെ വാക്ക് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ. ഇതൊക്കെ ഇപ്പം എൻ്റെ വല്യമ്മ മരിച്ചത് ഇവിടെ നിന്നായിരുന്നു, മറ്റെന്താ പറയുക, നിർമ്മല ഹോസ്പിറ്റൽ എന്ന് പറയും, വെള്ളിമാട് കുന്ന്. അവിടെ എത്ര വലിയ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും ഈ നിർമ്മല ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ പ്രത്യേക ഇഷ്ടമാണ്. കാരണം അവിടെ അതിനുള്ളൊരു പ്രത്യേക കെയറിങ് ഈ കന്യാസ്ത്രീകളൊക്കെ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കെയറിങ് കൊടുക്കുന്നതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കളൊക്കെ പറയും, അവിടെ പോയി കഴിഞ്ഞാൽ സുഖമാണ്, അവസാനം നല്ല വാക്കുകളൊക്കെ കേട്ട് ഒരു മരണ വേളയിൽ പോലും ആ കുടുംബം ഓർക്കുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇത്തരം നല്ല വാക്കുകളും നമ്മളുടെ പ്രവൃത്തികളുമാണെന്നുള്ളതാണ്. ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നേഴ്സുമാർക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാത്രി മുഴുവനും ഫോണൊക്കെ നോക്കി നിന്ന്
ഇപ്പുറത്ത് ഒരുപാട് സമയം ബോയ് ഫ്രണ്ട്സിനോടും ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് ആകെ അങ്ങോട്ട് ബേൺ ഔട്ട് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരിക അല്ലേ? നിങ്ങളാരും അങ്ങനെയല്ല. ഇവരൊക്കെ വർക്ക് ചെയ്തിരുന്നോ എവിടെയെങ്കിലും? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തിരുന്നോ? ആരൊക്കെയാണ്? കൈപൊക്കി. എന്തായിരുന്നു നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശ്രീഷ്മ കമോൺ ക്ലാപ്പ് അടിക്ക് എല്ലാവരും അല്ലേ? അവിടുത്തെ എം ഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേഴ്സ്. മലബാർ ഹോസ്പിറ്റലിലെ എം ഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേഴ്സായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് അപ്പം ഉണ്ടായ എക്സ്പീരിയൻസ് പറയും? ഹലോ ഗൈസ്. പറഞ്ഞോ. മലബാർ ഹോസ്പിറ്റലില് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് ഇരിക്കാൻ ഒരു ഒഴിവില്ലായിരുന്നു. ഞങ്ങൾ ആരും ഇന്ന ടൈമിൽ ഇറങ്ങണം ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. പേഷ്യന്റിന്റെ ഏതെങ്കിലും പേഷ്യൻസ് നിന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളൊക്കെ ഓർക്കുന്നു? ഒരു ഡയബറ്റീസ് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പോ സാറ് പറഞ്ഞ രീതിയിലാണ് ഞാൻ ഡ്രസ്സിങ്ങും ഏത് ഡോക്ടറായിരുന്നു? ഓക്കെ. അപ്പോ സാർ പറഞ്ഞതിലാണ് സാർ പറഞ്ഞ മെഡിസിൻ. അങ്ങനെ ആദ്യം ഞങ്ങൾ അവിടെ ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാഫ് കാണിച്ചു എങ്ങനെ ഡ്രസ് ചെയ്യുക, അതിനനുസരിച്ചാണ് ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ പേഷ്യന്റ് ബൈസ്റ്റാൻഡറും പറഞ്ഞു, സാർ റൗണ്ട്സ് നമുക്ക് പറഞ്ഞു എങ്ങനെയുണ്ട് മുറിവ് ചോദിച്ചപ്പോ ആ മുറിവൊക്കെ ഉണങ്ങി, ഈ കുട്ടി ഡ്രസ്സിങ് ചെയ്തോണ്ടാണ്. ഞാൻ റോളുമില്ല, സാറ് മെഡിസിനാണ്, സാറ് പറഞ്ഞില്ല. ഒരു പക്ഷേ ഇതാണ് ഏറ്റവും വലിയൊരു ഹീലിംഗ് കൊടുക്കുക എന്നുള്ളത്. ഒരു ക്ലാപ്പ് ഒന്നുകൂടിയും കൊടുക്കും. ഏതായാലും ഈ സിസ്റ്റർക്ക് നമ്മളൊരു പ്രത്യേക ആശംസ കൈമാറുകയാണ്. ഈ ഒരു സ്പിരിറ്റ് മൊമെന്റം അല്ലേ, ഈ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിന് തന്നെയാണ്. ഒരു ക്ലാപ്പ് ഒന്നുകൂടിയും കൊടുക്കും. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഈ ടീച്ചേഴ്സ് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടുള്ളൂ. ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങളുടെ ടീച്ചേഴ്സിന് മാത്രമാണ്. അപ്പോൾ ടീച്ചർ രണ്ടു വാക്ക് പറയുന്നു. ഏതായാലും നമ്മളെ ടീച്ചർമാർക്ക് നല്ലൊരു അപ്രിസിയേഷനും സ്റ്റുഡൻസ് ഇങ്ങനെ പറയുമ്പോൾ എന്ത് തോന്നുന്നു? സ്റ്റുഡൻസ് ഇങ്ങനെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ അവരിങ്ങനെ കയറി വന്നപ്പോൾ അതിലൊരു നോട്ടം നോക്കി കയറി വന്നത് ആർക്കും ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ഈ പോസ്റ്റിങ്ങിന് റൗണ്ട്സിന് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ചീത്ത കേട്ടിട്ടുള്ള ബാച്ചാണ് അവര്. പക്ഷെ അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടിന് ഏറ്റവും ഇഷ്ടമുള്ള മക്കളായിരുന്നു ഇവര്. അതിനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാ ഡേയ്സും ടീച്ചേഴ്സ് ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അത് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നിർബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. എല്ലാ ഡേയ്സും പോയിട്ട് ഇവരെ മോണിറ്റർ ചെയ്യണം. അപ്പൊ നമ്മൾ പോകുമ്പോ ഇവർ ഫുൾ ടൈം അവിടെ തിരക്കിലായിരിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവരെ നഴ്സിംഗ് ഇൻചാർജ് വിളിക്കുക ചെയ്യാം, നിങ്ങളെ മാഡംസ് വന്നിട്ടുണ്ട് പോയി കാണുമെന്ന് പറയും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നമുക്ക് വരുന്ന ടീച്ചേഴ്സൊക്കെ യങ്ങേഴ്സ് ആണ്. അപ്പൊ അവര് തന്നെ ഇവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ടീച്ചേഴ്സൊക്കെയാണോ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി അവിടെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവരുടെ ചോദിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരാണെങ്കിലും നമ്മളെ കുറിച്ചിട്ട് അവിടെ ചെന്നിട്ട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇവർക്ക് നമ്മൾ ടോർച്ചറിങ് അല്ല, ആസ് എ ടീച്ചർ നമ്മൾ എവിടൊക്കെ ഗൈഡ് ചെയ്യണോ, എവിടൊക്കെ ചീത്ത പറയണോ, അതിന് നന്നായിട്ട് കിട്ടിയ ഒരു ബാച്ചാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയത്. ഞങ്ങളുടെ എപ്പോഴും പറയും ആ കുട്ടികളിപ്പോ അതിലിപ്പോ വന്ന ശ്രീഷ്മ ആള് പൊതുവെ ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ MS-ന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യം നമുക്ക് തന്ന കാര്യം ഇതായിരുന്നു, പേഷ്യന്റിന്റെ അടുത്ത് ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കരുത്. കുട്ടികൾ നിങ്ങൾ പോസ്റ്റിങ്ങിന് വന്ന ആൾക്കാരാണ്, അത് മനസ്സിലാക്കി മാത്രം ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം അവിടെ പോയ സമയത്ത് ശ്രീഷ്മ ഫീമെയിൽ വാർഡെന്നും മെയിൽ വാർഡെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അപ്പൊ എല്ലാവർക്കും എന്താണ് ഇവിടെ ചെയ്യുന്നത് ഭയങ്കര
ഇഷ്ടമാണ്. 2 ദിവസം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായപ്പോൾ നമ്മളെ കുട്ടികളെ റീപ്ലേസ്മെന്റിന് വിളിച്ചത്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനാണ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ശ്രീഷ്മയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും പ്ലസൻ്റായി നിൽക്കണം അല്ലേ. പലപ്പോഴും എന്നോടൊക്കെ ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ വരുന്നത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം ഉറങ്ങി. എന്നാലും നമ്മൾ എത്ര ഇതായാലും നമുക്ക് ആ മൊമെൻറ്റിൽ നമ്മളെ ഹാപ്പിനെസ് ചൂസ് ചെയ്യണം. നമ്മളെ ഹാപ്പിനെസ് നമ്മൾ ചൂസ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഒരു സിമ്പതി എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് കരയുമ്പോൾ ഇപ്പോൾ ഞാൻ സർക്കംസിഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ 67 സർക്കംസിഷൻ ഇപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ സർക്കംസിഷൻ ചെയ്യുമ്പോൾ ചില സിസ്റ്റർമാർ വല്ലാണ്ട് അങ്ങോട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് കരയും. ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. അതിൽ കാരണം നമ്മളങ്ങനെ നമ്മളത് പ്രൊഫഷണലി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഈ സിമ്പതിയായിട്ട് നമ്മളങ്ങോട്ട് കരഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ, നമ്മളിപ്പോൾ മരിച്ചൊരു രോഗീൻ്റെ അടുത്ത് നമുക്കും ബന്ധുക്കൾക്കും 2 അപ്രോച്ചായിരിക്കും ഉണ്ടാകുക അല്ലേ. ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്താണ്, ഞാനൊക്കെ ഒരു 10-25ഓളം പോസ്റ്റ്മോർട്ടം നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കോമഡി പറഞ്ഞിട്ടായിരിക്കുന്നത്, തമാശ പറഞ്ഞായിരിക്കുന്നത്. പിന്നെ യൂറോപ്പിലായിരുന്നുകൊണ്ട് ചിലവരൊക്കെ മദ്യപിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഫുള്ള് കോമഡിയൊക്കെ പറഞ്ഞിട്ടായിരിക്കുക. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ തല ഇങ്ങനെ വെട്ടിക്കീറുമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും. ഇത് സഹിക്കാൻ പറ്റൂല. പലപ്പോഴും നമ്മളൊക്കെ മരിച്ച ആൾക്കാർ ഒരു 10-200 ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കും നമ്മൾ നടന്നു പോവുക. അതുപോലെ വേറെ ആർക്കോ പറ്റുമോ? അപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് അവിടെ MBAൻ്റെ സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഓൾക്ക് വലിയൊരു പൂതി, ഞങ്ങളെ കൂടെ മെഡിക്കൽ കോളേജിൽ വരണം. ആയിക്കോട്ടെ വന്നോന്ന് പറഞ്ഞു. ഞങ്ങളെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങനെ കൂളായിട്ട് മനുഷ്യൻ്റെ കൈ കാല് ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇത് കൊടുത്തിട്ട് വീട്ടിൽ നാളെ എക്സാം അല്ലേ. അപ്പോൾ ഇവരെ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡെഡ് ബോഡി ഉണ്ട്, നല്ല ഫ്രഷ് ഡെഡ് ബോഡിയാണ്. നമ്മൾ വളരെ കൂളായിട്ട് ആ ഡെഡ് ബോഡീൻ്റെ അടുത്ത് പോയിട്ട് സാറും പറയുന്നുണ്ട് പുതിയ ഫ്രഷ് പീസാണ്, എന്തിനാ ഗ്ലൗസ് ഒന്നും ഇടണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ മരിച്ച ആളാണ്, ഇന്ന് തന്നെ ചെയ്തതാക്കിക്കോന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് MBAക്ക് പഠിക്കുന്ന 2 കുട്ടികൾ ഇപ്പം നമ്മുടെ ബോധം കെട്ട് വീണിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഈ അപ്രോച്ച് വേറെ ആയിരിക്കും. നമുക്ക് അതായി വരണം. ചിലപ്പം ഞാൻ തന്നെ എൻ്റെ സർജറി, ഒരു ഹെർണിയൻ്റെ സർജറി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്താണ് എൻ്റെ ഫസ്റ്റ് സർജിക്കൽ പോസ്റ്റ് വരുന്നത്. ഈ ബ്ലഡ് ഇങ്ങനെ കണ്ടോടുകൂടി ഞാൻ ബോധം കെട്ട് വീണു. പക്ഷെ അതൊരു ലാസ്റ്റാണ്, പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കതൊരു വിഷയവുമില്ല. നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ബേൺ ഔട്ടായി കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ബേൺ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് രോഗികളുടെ അടുത്ത് ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ എന്തോ ഒരു വൈകാരികമായിട്ടൊരു നമ്പിനെസ് ഉണ്ടാവും, വല്ലാത്ത ക്ഷീണം ഉണ്ടാവും അല്ലേ. ഇന്നിപ്പം നിങ്ങളുടെ ഒരു എനർജി ലെവൽ എത്രയാ? 10 എനർജി ലെവൽ എത്രയാ? 10 10 കൈവക്കി 10 കൈവക്കി, നിന്ന് വെക്കി, ഇരുന്നിട്ട് കാണുന്നില്ല, നിക്കി. 10 9 10 9 10 10. ഓക്കെ, ഇരിക്കുക. ഇവരും ഒരു ഗ്യാങ് ആണെന്നല്ലേ 10 10. 10 5ൻ്റെ മേലോട്ടുള്ളവരൊക്കെ ഒന്ന് പൊക്കി. അപ്പോൾ എല്ലാവരും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹാപ്പിനെസ് എത്ര ഉണ്ട് ഇപ്പം? ഹാപ്പിനെസ് 10 എത്ര ഉണ്ട്? 9 8. ഓക്കെ, എന്നാലും 8ൻ്റെ മേലൊക്കെ A+ ആണ്. സ്ട്രെസ് എത്ര ഉണ്ട്? സ്ട്രെസ് 3. ഓക്കെ, വെരി ഗുഡ്. ഹാപ്പിനെസ് കൂടുമ്പോൾ സ്ട്രെസ് കുറയുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ നേഴ്സുമാരെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കിയപ്പെടുത്തുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും വർഷം സർവീസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ തന്നെ ആയിരിക്കും, വീട്ടിൽ നിറച്ച് പ്രശ്നങ്ങളുള്ളവർ തന്നെ ആയിരിക്കും മിക്കവാറും നഴ്സിംഗ് പ്രാക്ടീസിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും. എല്ലാവർക്കും ഉണ്ട്. നഴ്സിംഗ് അല്ല, ഇനി എന്താണെന്നല്ലോ, പ്രശ്നങ്ങളില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ തലയിൽ ഇങ്ങനെ ഒരുപാട് മൂവീസ്, ഇപ്പുറത്ത് വാഴ 2 ഉണ്ടാവും, അപ്പുറത്ത് ഇപ്പുറത്തിറങ്ങിയ വേറെ ഒന്നുണ്ടായിരുന്നല്ലോ, ഭരതനാട്യം 2 അരങ്ങേറുന്നുണ്ടാവും, ഇപ്പുറത്ത് യുദ്ധത്തെക്കുറിച്ചുണ്ടാവും. ഇങ്ങനെ പല മൂവീസും ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനൊരു റീസെറ്റ് നമ്മൾ എപ്പോഴും നിങ്ങൾ ഈ പ്രാക്ടീസിലേക്ക് കയറാൻ വേണം. അതിന് ഏറ്റവും നല്ലതൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളോട്ട് എടുക്കും, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക,
ഒരു 6 സെക്കൻഡ് എടുത്ത് പുറത്തോട്ട് വിടുക. ഇതെന്തിനാണെന്നറിയോ? ഇത് നമ്മൾ ഒരു പ്രാക്ടീസിൽ നിന്ന് ഒരു ലൈഫിൻ്റെ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഒരു റീസെറ്റ് ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ഷോൾഡർ റിലാക്സ് ചെയ്യും. നിങ്ങളെ തലയിലുള്ള എല്ലാ സ്ട്രെസ്സും പുറത്തോട്ട് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ 1 മിനിറ്റ് ഇതുപോലുള്ള റീസെറ്റിന് നിങ്ങൾ 1 മണിക്കൂറിലെ സ്ട്രെസ് ഇല്ലാതാക്കാൻ പറ്റും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ ആവശ്യം വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അവർക്ക് കെയറാണ് കൊടുക്കുന്നത്, നമ്മൾ ഈ ടെൻഷൻ അങ്ങോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവല്ലല്ല ചെയ്യുന്നില്ല. പിന്നെ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്താ പറയുക, പേഷ്യൻറ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടേക്ക് അവർ വരിക. ഈ പ്രശ്നങ്ങളൊക്കെ തലയിലേറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. ഇപ്പം ഇന്നലെ ഞാൻ 112 രോഗികളെ നോക്കിയിട്ടുണ്ട്. ഈ 112 രോഗികളെ നോക്കുമ്പോൾ 112 പ്രശ്നമായിട്ടാണ് വരുന്നത്. അതിൽ ചില ആൾക്കാർ മാനസിക പ്രശ്നങ്ങളായിട്ട് വന്നവരുണ്ട്. ഇന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചിരുന്നാൽ അങ്ങനെ സംസാരിച്ച് പോകും. ടീച്ചറൊക്കെ വന്നാൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ടീച്ചർ ഹസ്ബൻഡും ഒരു ജിമ്മിലൊക്കെ പോയി തടിയൊക്കെ കുറച്ച് വന്നതാണ്. ഓരൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ വന്ന് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയൂലേ, സിസ്റ്റർ തുറന്നിട്ട് പറയില്ലേ, അവിടെ പേഷ്യൻ്റ് ഉണ്ട് സാർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന രോഗികളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തലയിലേറ്റി വെക്കരുത്. നമ്മുടെ മുമ്പിൽ വലിയ ഹാർഡായിട്ടുള്ള ഒരു കോട്ടുണ്ട് എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ പല പേഷ്യൻസ് പല കഥകളും പറയും. ഇതൊക്കെ വീട്ടിലെത്തുമ്പോൾ നിങ്ങളെ തലയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നമായിട്ട് തോന്നുകയൊക്കെ ചെയ്യും. അതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം നമ്മൾ. അപ്പം നമ്മളെ പ്രശ്നങ്ങളും നമ്മളും ഒന്നല്ല. ഇനി നമ്മളെ ജീവിതത്തിൽ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ കയ്യിൽ ഇല്ലേ, നിങ്ങളിപ്പോൾ ഒരു ഷൂ ഇട്ടിട്ടുണ്ട്, ഈ ഷൂ ഇട്ടെന്ന് വെച്ചുകൊണ്ട് ഈ ഷൂ നിങ്ങളാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ നമ്മളെല്ലാത്തുനിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ഹാബിറ്റാണ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൽ എത്ര തരം പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. കിടക്കുമ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് കിടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ആരുമില്ല. ഓക്കെ, വെരി ഗുഡ്. നീ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു 3 കാര്യം പറഞ്ഞോ. നീ നന്ദി പറയുന്ന ഒരു 3 കാര്യം പറ. ഇന്നത്തെ ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് നന്നായിട്ട് പോയതിന് ദൈവത്തിൻ്റെ നന്ദി. പിന്നെ ഇനി നാളെയും ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കണം. പിന്നെ എൻ്റെ കൂടെ എല്ലാവർക്കും നല്ലത് വരണം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെന്നും ചേർക്കണം. അപ്പം ഓരോ രാത്രിയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹലോ, ഇത് മൈക്ക് വർക്ക് ചെയ്യുന്നില്ലേ? ഹലോ. ഓരോ രാത്രിയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അന്ന് സഹായിച്ച ഒരു പേഷ്യൻറ്റിന് കൊടുത്തൊരു ഹെൽപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. നല്ലൊരു കാര്യം അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നേഴ്സിംഗ് പ്രാക്ടീസിൽ എന്തെങ്കിലും നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. ഈ നല്ല മൊമെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ആ പേഷ്യൻ്റ് എന്തൊരു ചോദിച്ചിലാണ്, എന്തൊരു ഇച്ചിങ് ആണ് അല്ലേ, അതെന്നെ ദേഷ്യം പിടിച്ചു എന്നൊക്കെ ഉള്ളത്. അതല്ല, മറിച്ച് നല്ലൊരു മൊമെൻറ്റ്സ് ചിന്തിക്കുക. പിന്നെ നമ്മൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം എല്ലാ ദിവസവും. ഇതൊക്കെ ഒരു ശീലാക്കി മാറ്റണം കേട്ടോ. ടൈം കഴിയാറായില്ലേ? പിന്നെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ലൈഫ് ബാലൻസ് കീപ്പ് ചെയ്യണം എപ്പോഴും കേട്ടോ. ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുക അല്ലേ, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്വസ്ഥതയോടെ ഇരിക്കുക. നിങ്ങൾ കലാപരിപാടികളൊക്കെ ബാക്കിയുണ്ടല്ലേ? ആരൊക്കെ ഡാൻസിന് കൂടിയാൽ? എല്ലാവരും ഉണ്ട്. വെരി ഗുഡ്. ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടോ പ്രോഗ്രാം?
വെരി ഗുഡ്. അപ്പോൾ നിങ്ങളൊക്കെ ഡാൻസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടക്കി ഒരു ശ്വാസം ഉള്ളോട്ട് എടുക്കുക, പുറത്തോട്ട് വിടുക, ഷോൾഡർ റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് സോഫ്റ്റനാക്കി ഫീൽ ചെയ്യുക, നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ചൊന്ന് അവെയർ ആകുക. മൂക്കിലൂടെ കടന്നു പോകുന്നതും ശരീരത്തിനുള്ളിലേക്ക് അത് വ്യാപിക്കുന്നതും ഒക്കെ ചിന്തിക്കുക. നിങ്ങളെ മനസ്സിങ്ങനെ പലതിലൂടെ ഇങ്ങനെ പല ചിന്തകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഓക്കെ? എന്നിട്ട് നിങ്ങളോട് തന്നെ ഒരു നന്ദി പറയാം. നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് കൈവെക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുക. എന്നിട്ട് ഉറക്കെ പറയാം, എല്ലാവരോടും പറയാം, എനിക്ക് സമാധാനം ഉണ്ടാകട്ടെ, എനിക്ക് ആരോഗ്യമുണ്ടാകട്ടെ, എനിക്ക് ശക്തി ഉണ്ടാകട്ടെ, എൻ്റെ പിഴവുകൾക്ക് ഞാൻ തന്നെ ക്ഷമിക്കട്ടെ, ഞങ്ങൾ പലർക്കും കരുതൽ നൽകുന്നു. ഇനി നമ്മളെ രോഗിയെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾ പരിചരിച്ച രോഗിയെക്കുറിച്ച് ഓർക്കുക. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞാലൊക്കെ ഓർക്കുക. ഓക്കെ? അവരുടെ മുഖം, അവരുടെ വേദന, അവരുടെ പേടിയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആവർത്തിക്കുന്നത് ചിന്തിക്കുക. എന്നിട്ട് അവരോട് പറയാ, നിങ്ങൾ വേദനയിൽ നിന്ന് മോചിതരാകട്ടെ. ഉറക്കെ പറ. നിങ്ങൾ സുരക്ഷിതരാകട്ടെ, നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നിങ്ങൾ രോഗം മാത്രം ചികിത്സിക്കുന്നില്ല, ജീവിതങ്ങളെ സ്പർശിക്കുന്നു. ഞങ്ങൾ കേട്ടോ. ഇനി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു രോഗിയെക്കുറിച്ച് ഓർക്കുക. ഒരു വിമർശനവും ഇല്ലാതെ ആവർത്തിക്കുക, നിങ്ങൾക്ക് സമാധാനം ലഭിക്കട്ടെ, നിങ്ങളുടെ വേദന കുറയട്ടെ. എല്ലാ ബുദ്ധിമുട്ടുള്ള രോഗികളുടെ പിന്നിലും ഒരു വേദന ഉണ്ടാവും. ഇപ്പം നിങ്ങളിൽ ഒരു കരുണ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വികസിക്കുന്നതായിട്ട് ചിന്തിക്കുക. എല്ലാ രോഗികൾക്കും, എല്ലാ നഴ്സുമാർക്കും, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ആരോഗ്യവും ഉണ്ടാകട്ടെ. എന്നൊരു ശ്രദ്ധ വീണ്ടും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. വിരലുകൾ അല്പം ചലിപ്പിക്കുക. എന്നിട്ട് കണ്ണുകൾ തുറക്കുക. എന്നിട്ട് ഈ കരുണ നിങ്ങളെ ജോലിയിലേക്ക് കൊണ്ടുപോവുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം തന്നെ എന്താണ്? ചികിത്സയാണ്. ഉറക്കെ പറ, എൻ്റെ സാന്നിധ്യം ചികിത്സയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെയും ചികിത്സിക്കാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾ കലാപരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റ് റുട്ടീൻ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ പഠനം ഈ ലേറ്റസ്റ്റ് കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുപോകണം കേട്ടോ. ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കോഴ്സുകൾ ഇങ്ങനെ വെറുതെ ക്രിയേറ്റ് ചെയ്യല. എൻ്റെ ഹോബി ഇപ്പോൾ നേഴ്സുമാർക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു കോഴ്സ് ഉഡേമി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠനം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം പഠിച്ചാൽ മാത്രം മതി. ഇന്ന് നിങ്ങൾ തന്നെ പുസ്തകം എഴുതണം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ടീച്ചർ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കണ്ടൻറ്റ് ChatGPT-യിൽ ഇട്ടിട്ട് അതിന് വേണ്ടിയുള്ള ഇമേജ്, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറികൾ, ഇതൊക്കെ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയി. കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് തീരുമ്പോഴേക്ക് അത് ഇങ്ങനെ എപ്പികാർഡിയൽ ഫാറ്റിനെ കുറിച്ചായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇത് കഴിഞ്ഞ കോഴ്സ് തീരുമ്പോഴേക്ക് ഞാനൊരു കോഴ്സ് തന്നെ ഉണ്ടാക്കി. ഇന്ന് അത്രയും വലിയ ക്യാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ പഠനത്തിനെ എൻജോയ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവണം. പണ്ടൊക്കെ നിങ്ങൾക്കൊരു പേജ് പഠിക്കണമെങ്കിൽ ഒരു ദിവസം വേണം. ഇന്നൊരു പുസ്തകം പഠിക്കണമെങ്കിൽ ഒരു മണിക്കൂർ മതി. അല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെ പുസ്തകം എടുത്ത് നിങ്ങൾ ChatGPT-യിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഷോർട്ട് നോട്ടും ഇതുമാക്കി തരും. അതിന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് ഇമേജ് ഉണ്ടാക്കി തരും. പണ്ടൊക്കെ ഞാൻ കുട്ടികളോട് പറയും ലേബർ ഇന്ത്യ വായിക്കണം. ഇന്ന് ലേബർ ഇന്ത്യ ഉണ്ടാക്കാനാണ് പറയാം.
ഇന്ന് ലേബർ ഇന്ത്യ നമ്മൾ തന്നെ ഉണ്ടാക്കണം. 10ാം ക്ലാസ് മോള് അല്ലേ ലേബർ ഇന്ത്യ എന്ന് കേട്ടില്ല നീ? കുട്ടികൾ തന്നെ ഉണ്ടാക്കുക. അതായത് മോൾ എത്രയല്ല പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലെ പുസ്തകം എടുത്താൽ നമുക്ക് കിട്ടും എന്തിൽ? ഈ ChatGPT-യിലേക്ക് ആ PDF ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഓരോ ചാപ്റ്ററിനെയും നമുക്ക് കാർട്ടൂണൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ പഠനത്തെ നിങ്ങൾ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, പഠനത്തിന് എൻജോയ് ചെയ്യാം. ഓരോ മെറ്റീരിയലും നിങ്ങളെ ടീച്ചേഴ്സ് ഇവിടുന്ന് തരുമ്പം ആ മെറ്റീരിയലിനെ കുറിച്ച് അന്ന് തന്നെ റിസർച്ച് ചെയ്യാം. അത് വെച്ചിട്ട് ChatGPT-നെ മാത്രം വിശ്വസിക്കരുത് കേട്ടോ. ടീച്ചർമാർ തന്നെ വിശ്വസിക്കണം. അവർ തരുന്നത് തന്നെ നോക്കണം. ഇതിനെ എൻജോയ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ടീച്ചറെ മിക്കവാറും നാളെ തൊട്ട് പേര് ChatGPT പഠിച്ച് നിങ്ങളെ കുഴക്കാൻ വരും തോന്നുന്നില്ല. അതിനപ്പുറം മേലെ നിങ്ങൾ വേറെ നോക്കി വരൂലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് പണ്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ ഒരു 2 മണിക്കൂർ വേണ്ടിയിരുന്നു. ഇന്നൊരു വീഡിയോ ഉണ്ടാക്കാൻ വെറും 5 മിനിറ്റ് മതി. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ. ഒരു കോഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് നമുക്കൊരു കോഴ്സ് ഉണ്ടാക്കാം. ഈ സർട്ടിഫിക്കറ്റ് ഇടുന്ന കോഴ്സ് അല്ല കേട്ടോ അത്. എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നമുക്ക് ജീവിതകാലം മുഴുവനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളായി പറയുന്നത്. ഞാനിപ്പോൾ HIV പോസിറ്റീവായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 75 ലെസൺസ് ഉള്ളൊരു കോഴ്സ് ഉണ്ടാക്കി. HIV ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാക്കി. ഇന്നിപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ആ ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. കാരണം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ച്. അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് എടുത്ത സമയം വെറും 3.5 മണിക്കൂറാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വേണമെന്ന് കാണിച്ചു തരാം. കാരണം ഇത് നിങ്ങൾക്ക് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, എവിടെയായിരുന്നു അത് നേഴ്സിങ്ങിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു കോഴ്സാണ്. തമാശേ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് വിട്ടു തരുന്നുണ്ട്. കണ്ടോ, ഇത് ഒരു കാരണവശാലും ഇതിങ്ങനെ നേഴ്സുമാർക്ക് വേണ്ടി അതിൻ്റെ ബാക്കൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ. ഇതെന്നോട് അവിടെ ട്രെയിനിങ്ങിന് വന്ന കുറച്ച് സ്റ്റുഡൻസ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നില്ല, ഞാൻ എല്ലാവർക്കും കൂടിയും വേണ്ടി പറയാം, ഞാൻ കോഴ്സാക്കി ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മോഡ്യൂൾ അതിൻ്റെതും പൂർത്തിയായി. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളെ പഠനം നിങ്ങൾക്ക് എൻജോയബിൾ ആവും. മനസ്സിലായി? അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടൈം വെറുതെ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് നോക്കിയിട്ട് ടൈം അങ്ങോട്ട് പോകും. രാവിലെ എഴുന്നേറ്റാൽ സോഷ്യൽ മീഡിയ, ഇപ്പുറത്തെ കമ്പാരിസൺ അപ്പുറത്തെ കമ്പാരിസൺ, എത്ര ടൈമാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ആയി പോവുക. ആ ടൈം നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാം. മനസ്സിലായില്ലേ? ഇത് അവരൊക്കെ നല്ല സ്കിൽഡ് ആൾക്കാരാണ്. ഈ സ്കില്ല് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നിർബന്ധമാണ് അല്ലേ? ഇവിടെ നിങ്ങൾ ആ രീതിയിലുള്ള ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ? അത്തരം ഒരു ട്രെയിനിങ് കൂടിയും വേണം. ഇനിയും കുറേ പറയാനുണ്ടായിരുന്നു, അത് നമുക്ക് മറ്റൊരിക്കൽ പറയാം നിങ്ങൾക്ക്. കാരണം നിങ്ങളെ കലാപരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. എനിക്കാണെങ്കിൽ ഇനി സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ എത്തുകയും വേണം. ഏതായാലും വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇവിടെ വന്നപ്പം. എനിക്കിനിപ്പോൾ വീട്ടിൽ പോയി ഉറങ്ങിയിട്ട് വേണം ഡ്യൂട്ടിയിൽ പോകാൻ. കാരണം നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ചെല്ലുമ്പം ഓ ഇപ്പം തന്നെ അല്ലേ? ഓക്കെ.